ഈശോ സ്നേഹിക്കുന്നവരെ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ ഏത് സമയത്താണ് വിളവെടുക്കാൻ സാധിക്കുന്നത്? പെട്ടെന്ന്, സമയമാകുമ്പോൾ, ദൈവം നിശ്ചയിക്കുമ്പോൾ, യഥാകാലം. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവരിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ബാർണബാസ്, കേപ്പ, യോഹന്നാൻ, യാക്കോബ്. ബാർണബാസ്. വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ പൗലോസിനോടൊപ്പം തീരുമാനമായത് ആര്? കേപ്പ, യോഹന്നാൻ, യാക്കോബ്, ബാർണബാസ്. നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്ന് പറയുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? നന്മ ചെയ്യുന്നെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ, ആത്മാവ് നയിക്കുന്നെങ്കിൽ. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഗുണം ഏതാണ്? വിശ്വസ്തത, ദയ, എളിമ, ക്ഷമ. അതായത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് എളിമ. പൗലോസ് താൻ ക്രിസ്തുവിനോടുകൂടെ എങ്ങനെയായിരിക്കുന്നു എന്നാണ് പ്രസ്താവിക്കുന്നത്. ജീവിച്ചിരിക്കുന്നു, ക്രൂശിതനായിരിക്കുന്നു, മരിച്ചിരിക്കുന്നു, ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിതനായിരിക്കുന്നു. സമാധാനവും കാരുണ്യവും ഉണ്ടാകണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ആഗ്രഹിക്കുന്നത് ആർക്കാണ്? പരിച്ഛേദിതർക്ക്, യഹൂദ ജനതയ്ക്ക്, ഗലാത്യയിലെ സഭയ്ക്ക്, ദൈവത്തിൻ്റെ ഇസ്രായേലിന്. ഏതു വഴിയാണ് എല്ലാവരും ദൈവപുത്രന്മാരായി മാറുന്നത്? നല്ല പ്രവർത്തികൾ, നിയമാനുഷ്ഠാനം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, മാമോദീസ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്ന് പൗലോസ് പറയാൻ കാരണമെന്ത്? അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. വിശ്വാസം അദൃശ്യമാണ്, നിയമം പഴയതാണ്. അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ആദ്യമായി വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരുടെ സുവിശേഷം പ്രസംഗിച്ചത് ഏത് അവസ്ഥയിലായിരുന്നു? പീഡനങ്ങൾ സഹിക്കുമ്പോൾ, സന്തോഷത്തിലായിരുന്നപ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യമുള്ളപ്പോൾ, കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ. ശാരീരികാസ്വാസ്ഥ്യം ഉള്ളപ്പോൾ. വിശുദ്ധ പൗലോസ് താൻ എഴുതുന്ന കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ആരെയാണ് സാക്ഷിയായി നിർത്തുന്നത്? ദൈവത്തെ, യാക്കോബിനെ, ഗലാത്യക്കാരെ, ബാർണബാസിനെ. ദൈവത്തെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി പാലിച്ചതുകൊണ്ട്, പൗലോസിൻ്റെ സാന്നിധ്യം കൊണ്ട്, ത്യാഗങ്ങൾ ചെയ്തതുകൊണ്ട്, പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ട്. സ്വാതന്ത്ര്യത്തെ എന്തിനുള്ള അവസരമായി ഗണിക്കരുത് എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ താക്കീത് നൽകുന്നത്. ഭൗതിക സുഖം, സമാധാനമില്ലായ്മ, മടി, അഹങ്കാരം. ഭൗതിക സുഖം. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ പരസ്പരം സേവിക്കേണ്ടത് എങ്ങനെയാണ്? സ്നേഹത്തോടെ, ഭയത്തോടെ, നിർബന്ധപൂർവം സമ്മാനങ്ങൾ നൽകി. സ്നേഹത്തോടെ. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കാൻ കാരണമെന്ത്? അവർക്ക് വിശ്വാസം കുറവായതിനാൽ, അവർ പിന്തിരിഞ്ഞു പോയതിനാൽ, അവർ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നതിനാൽ, അവർ തെറ്റുകൾ ചെയ്തതിനാൽ. സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായ കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, ജ്ഞാനം സമ്പാദിക്കുന്നത്, വളഞ്ഞത് നേരെയാക്കുന്നത്, പഴയത് വീണ്ടെടുക്കുന്നത്. മനുഷ്യന് തൻ്റെ അധ്വാനത്തിന് ലഭിക്കുന്ന പ്രതിഫലമായി സഭാപ്രസംഗകൻ 2:10 വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭൗതികമായ സമ്പത്ത്, മറ്റുള്ളവരുടെ പ്രശംസ, ദീർഘമായ ആയുസ്, ഹൃദയത്തിൻ്റെ സന്തോഷം. സഭാപ്രസംഗകൻ 5:7 പ്രകാരം വാക്കുകളുടെ പെരുപ്പത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അറിവിൻ്റെ കുറവ്, ദൈവഭയമില്ലായ്മ, സ്വപ്നങ്ങളുടെ ആധിക്യം, വ്യർത്ഥമായ ചിന്തകൾ. സഭാപ്രസംഗകൻ 3:15 അനുസരിച്ച് ദൈവം കാലാകാലങ്ങളിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്? മനുഷ്യരെ വിധി പ്രസ്താവിക്കുന്നു, കഴിഞ്ഞതിനെ തിരിച്ചു കൊണ്ടുവരുന്നു, പാപങ്ങളെ ക്ഷമിക്കുന്നു, പുതിയവയെ സൃഷ്ടിക്കുന്നു. സഭാപ്രസംഗകൻ 4:5 ഭോഷന്റെ പതനത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത്? മറ്റുള്ളവരാൽ വഞ്ചിതനാകുന്നു, കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു, വാക്കുകൾ കൊണ്ട് നശിക്കുന്നു, സമ്പത്ത് മുഴുവൻ പാഴാക്കുന്നു. മരണത്തിൻ്റെ കാര്യത്തിൽ ജ്ഞാനിയും ഭോഷനും തമ്മിലുള്ള സാമ്യം എന്താണെന്നാണ് സഭാപ്രസംഗകൻ 2:16 പറയുന്നത്. രണ്ടുപേരും ഒരേപോലെ ഭയപ്പെടുന്നു, രണ്ടുപേർക്കും സ്വർഗം ലഭിക്കുന്നു, രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നു, രണ്ടുപേരും വിസ്മൃതരാകുന്നു. സഭാപ്രസംഗകൻ 1:13 പ്രകാരം ലോകകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലിയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? അസാധ്യമായ ദൗത്യം, ക്ലേശകരമായ ജോലി, പവിത്രകരമായ കർമ്മം, ആനന്ദകരമായ അനുഭവം. ക്ലേശകരമായ ജോലി. സഭാപ്രസംഗകൻ 3:22 മനുഷ്യൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിന് എന്ത് പേരാണ് വിളിക്കുന്നത്? അവൻ്റെ ഗതി,
ദൈവത്തിൻ്റെ ശാപം, മിഥ്യാബോധം, താത്കാലിക ലാഭം, അവൻ്റെ ഗതി. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണെന്ന് പറയാൻ സഭാപ്രസംഗം 4:9 നൽകുന്ന കാരണം എന്താണ്? സങ്കടങ്ങൾ പങ്കുവയ്ക്കാം, ഭയമില്ലാതാക്കാം, ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയും, ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. സഭാപ്രസംഗം 6:11 പ്രകാരം മിഥ്യ വർദ്ധിക്കാൻ കാരണമാവുന്നത് എന്താണ്? വാക്കുകളുടെ പെരുപ്പം, സമ്പത്തിൻ്റെ വർധനവ്, കഠിനമായ അധ്വാനം, ആയുസ്സിൻ്റെ ദൈർഘ്യം. വാക്കുകളുടെ പെരുപ്പം. സഭാപ്രസംഗം 6:12 മനുഷ്യജീവിതത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പുല്ല്, നീർക്കുമിള, കാറ്റ്, നിഴൽ. സഭാപ്രസംഗം 5:18 മനുഷ്യൻ ഉത്തമമായി കാണുന്നത് എന്താണ്? ഏകാന്തനായി ജീവിക്കുന്നത്, ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുന്നത്, സകലതും ഉപേക്ഷിക്കുന്നത്, അധ്വാനഫലം ആസ്വദിക്കുന്നത്. സഭാപ്രസംഗം 3:22 ഉന്നയിക്കുന്ന കാതലായ ചോദ്യം എന്താണ്? മരണത്തെ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും? ദൈവത്തെ കാണാൻ ആർക്ക് സാധിക്കും? ഭൂമിയിൽ ആർക്കാണ് മേന്മയുള്ളത്? ഭാവി കാണാൻ അവനെ ആര് കൊണ്ടുവരും? ഉത്തരം ഡി ആണ്. ഭാവി കാണാൻ അവനെ ആര് കൊണ്ടുവരുമെന്നല്ല, തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ ആ രീതിയിലാണ് ചോദ്യം വരുന്നത്. റൂത്ത് 1:20 പ്രകാരം തന്നെ മാറ എന്ന് വിളിക്കാൻ നവോമി പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിധവയായവൾ, യാത്രികയായവൾ, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, കഠിനമായ അനുഭവം. റൂത്ത് 4:15 നവോമിയുടെ മരുമകളെ എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? 5, 7, 10, 3. 7 പുത്രന്മാരെക്കാൾ. എൽക്കാന 1 സാമുവേലിൽ പറയുന്നതുമായി താരതമ്യം ചെയ്യുക. ബോവാസ് റൂത്തിന് കൊടുത്തയച്ച ധാന്യത്തിൻ്റെ അളവ് എത്രയായിരുന്നു? 6 അളവ് ബാർലി, 7 അളവ് ബാർലി, 2 അളവ് ബാർലി, 3 അളവ് ബാർലി, 6 അളവ് ബാർലി. റൂത്ത് 4:11 ബോവാസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന റൂത്തിനെ ആരോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? സാറ, റബേക്ക, മറിയം, ദെബോറ, റാഹേൽ, ലയ, എസ്തേർ, ജൂഡിത്ത്. ബോവാസ് റൂത്തിനെ സ്വീകരിക്കാൻ റൂത്ത് പറഞ്ഞ കാരണം എന്തായിരുന്നു? നവോമി ആവശ്യപ്പെട്ടതിനാൽ, റൂത്തിന് വേറെ ബന്ധുക്കളില്ലാത്തതിനാൽ, അവൻ അടുത്ത ബന്ധുവായതിനാൽ, ബോവാസ് ധനികനായതിനാൽ. ബോവാസ് തൻ്റെ ജോലിക്കാർക്ക് നൽകിയ കർശനമായ നിർദ്ദേശം എന്തായിരുന്നു? അവളെ അകലെ നിർത്തി ആഹാരം നൽകണം, കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരിയിടണം, അവളെ നഗരത്തിലേക്ക് മടക്കി അയക്കണം, അവൾക്ക് വേണ്ടി മാത്രം മെതിക്കണം, കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി ഇടണം. നവോമി ബേത്ലഹേമിലെത്തിയപ്പോൾ നഗരം മുഴുവൻ വിസ്മയിക്കാൻ കാരണമെന്ത്? ഇത് നവോമി എന്ന് സംശയിച്ചതുകൊണ്ട്, ധാരാളം സമ്പത്തുമായി വന്നതുകൊണ്ട്, മൊവാബിൽ നിന്നുള്ള മടക്കം അസാധ്യമായതുകൊണ്ട്, റൂത്തിൻ്റെ സൗന്ദര്യം കണ്ട്. ഇത് നവോമിയോ എന്ന് സംശയിച്ചതുകൊണ്ട്. റൂത്ത് 4:21 നൽകിയിട്ടുള്ള വംശാവലി ക്രമം ഏതാണ്? സൽമോൻ, ഓബദ്, ബോവാസ്. ഓബദ്, ബോവാസ്, ജസെ. ബോവാസ്, സൽമോൻ, ഓബദ്. സൽമോൻ, ബോവാസ്, ഓബദ്. ഡി ആണ്. റൂത്ത് 3:11 ബോവാസ് റൂത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വിശ്വസ്തയായ ദാസി, മോവാബ്യ രാജകുമാരി, ഭാഗ്യവതിയായ പെൺകുട്ടി, ഒരു ഉത്തമ സ്ത്രീ. റൂത്ത് 3:6 പ്രകാരം മെതിക്കളത്തിൽ ചെന്ന റൂത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? തനിക്ക് ശരിയെന്ന് തോന്നിയതുപോലെ, ബോവാസിൻ്റെ അനുവാദം കാത്ത്, ഭയത്തോടെയും വിറയലോടെയും അമ്മായിയമ്മ പറഞ്ഞതുപോലെ. റൂത്ത് 1:3 അനുസരിച്ച് നവോമിക്ക് സംഭവിച്ച ആദ്യത്തെ ദുരന്തം എന്തായിരുന്നു? സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, നാട്ടിൽ ക്ഷാമം ഉണ്ടായി, മക്കൾ 2 പേരും മരിച്ചു, ഭർത്താവായ എലിമെലക്ക് മരിച്ചു. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കർത്താവേ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്? 9 പ്രാവശ്യം, 7 പ്രാവശ്യം, 5 പ്രാവശ്യം, 12 പ്രാവശ്യം. ഉത്തരം 7 പ്രാവശ്യം. അടുത്ത ചോദ്യം. യോഹന്നാൻ 10:10 പ്രകാരം ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുന്നതിന് തൊട്ടു മുൻപ് യേശു നൽകുന്ന വാഗ്ദാനം എന്ത്? പിതാവ് എന്നെ അറിയുന്നു, കള്ളൻ നശിപ്പിക്കാൻ വരുന്നു, സമൃദ്ധമായ ജീവൻ നൽകാൻ വന്നിരിക്കുന്നു, ആടുകൾ ശബ്ദം കേൾക്കുന്നു. ഉത്തരം സമൃദ്ധമായ ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നതെന്നാണ് അവിടെ നൽകുന്ന വാഗ്ദാനം. യോഹന്നാൻ 7:8 അനുസരിച്ച് തൻ്റെ സമയം പൂർത്തിയാകാത്തതിനാൽ യേശു ആദ്യം പോകാതിരുന്ന തിരുനാൾ ഏതാണ്? കൂടാര തിരുനാൾ, പെസഹ തിരുനാൾ, പ്രതിഷ്ഠാ തിരുനാൾ, പന്തക്കുസ്ത തിരുനാൾ. കൂടാര തിരുനാൾ. 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുൻപായി യേശു മലയിൽ ഇരുന്നപ്പോൾ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? അർപ്പണ തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ,
പെസഹ തിരുനാൾ, കൂടാര തിരുനാൾ. പെസഹ തിരുനാൾ. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ എത്ര മാസം കഴിഞ്ഞാലാണ് വിളവെടുപ്പ് എന്നാണ് യേശു ചോദിക്കുന്നത്? 3 മാസം, 5 മാസം, 2 മാസം, 4 മാസം? 4 മാസം. യോഹന്നാൻ 1:3 പ്രകാരം സമസ്തവും ആരുടെ സാന്നിധ്യത്തിലാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആരിലൂടെയാണ് ഉണ്ടായത്? വചനമില്ലാതെ, അവനെ കൂടാതെ, ദൈവത്തെ കൂടാതെ, പ്രകാശമില്ലാതെ. സമസ്തവും ആരിലൂടെ ഉണ്ടായി എന്നാണ്? ആരെ കൂടാതെ ഉണ്ടായിട്ടല്ല, അവനെ കൂടാതെ, വചനത്തെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 5:27 പ്രകാരം യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാലാണ്? ദൈവപുത്രനായതുകൊണ്ട്, ദാവീദിൻ്റെ പുത്രനായതുകൊണ്ട്, ലോകരക്ഷകനായതുകൊണ്ട്, മനുഷ്യപുത്രനായതുകൊണ്ട്. എന്തുകൊണ്ടാണ് വിധിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്? മനുഷ്യപുത്രനായതുകൊണ്ട്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വീണ്ടും ജനിച്ചില്ലെങ്കിൽ കാണാൻ കഴിയാത്തത് എന്താണ്? സ്വർഗരാജ്യം, നിത്യജീവൻ, ദൈവരാജ്യം, പിതാവിനെ. ദൈവരാജ്യം. ഈ ദേവാലയ ശുദ്ധീകരണ വേളയിൽ എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് യേശു ആജ്ഞാപിച്ചത് ആരോടാണ്? എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് ആജ്ഞാപിച്ചത് നാണയം മാറ്റുന്നവരോട്, ആടുകളെ വിൽക്കുന്നവരോട്, കാളകളെ വിൽക്കുന്നവരോട്, പ്രാവുകളെ വിൽക്കുന്നവരോട്. എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് പ്രാവുകളെ വിൽക്കുന്നവരോടാണ് പറയുക. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു അതിരാവിലെ ദേവാലയത്തിലേക്ക് എത്തിയത് എവിടെ നിന്നാണ്? ജെറിക്കോയിൽ നിന്ന്, ഗലീലയിൽ നിന്ന്, ബഥാനിയയിൽ നിന്ന്, ഒലിവുമലയിൽ നിന്ന്. ബഥാനിയയിൽ നിന്ന്, ഒലിവുമലയിൽ നിന്ന്. ഒലിവുമലയിൽ നിന്ന്. അന്ധനായിരുന്നവൻ കാഴ്ച ലഭിച്ച ശേഷം താനാണെന്ന് അവകാശപ്പെടാൻ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ തന്നെ, ഇപ്പോൾ കാണുന്നു, യേശു സുഖപ്പെടുത്തി, എനിക്കറിയില്ല. ഓക്കെ, താനാണെന്ന്, ഇത് ഞാൻ തന്നെയാണെന്ന് അവകാശപ്പെടാൻ വേണ്ടി പറയുന്ന മറുപടിയാണ് ഞാൻ തന്നെ എന്നാണ് പറയുക. യോഹന്നാൻ 12 പ്രകാരം യേശുവിനോടൊപ്പം ആരെയാണ് കൊല്ലാൻ പുരോഹിതന്മാർ ആലോചിച്ചത്? നിക്കോദേമോസിനെ, പത്രോസിനെ, അന്ധനായിരുന്നവനെ, ലാസറിനെ. ഞാനിവിടെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരുടെ ആ ചോദ്യമാണ് വരാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മൾ ചെയ്തപ്പോൾ അത് ലാസറിന് ഉത്തരവേദ രീതിയിലായിപ്പോയി. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ആ ഒരു ഭാഗം. യോഹന്നാൻ 8 പ്രകാരം യേശു തൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് പറയാൻ നൽകുന്ന കാരണം എന്ത്? ആഗമനവും ഗതിയും അറിയാം, പിതാവ് സാക്ഷ്യം നൽകുന്നു, സത്യം മാത്രം സംസാരിക്കുന്നു, പിതാവിൽ നിന്ന് വന്നു. താൻ ആഗമനവും ഗതിയും അറിയാം, താൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് ഭാഷയുടെ പ്രശ്നം വന്നതാണ് ഇവിടെ ചെറുതായിട്ട്, അതാണ് കൺഫ്യൂഷനായത്. അടുത്ത ചോദ്യം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. താൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും, അതാണ് ആഗമനവും ഗതിയും എന്ന് പറഞ്ഞത്. അത് വിശദീകരണ രൂപത്തിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. യേശു നൽകുന്ന ജലം കുടിക്കുന്നവനിൽ അത് എന്തായിത്തീരുമെന്നാണ് വചനം പറയുന്നത്? നിത്യജീവനിലേക്കുള്ള അരുവിയായി, വറ്റാത്ത ഉറവയായി, പരിശുദ്ധാത്മാവിൻ്റെ നദിയായി, ദാഹം ശമിപ്പിക്കുന്ന അരുവിയായി. നിത്യജീവനിലേക്കുള്ള അരുവികൾ ഒഴുകുന്നത്. അടുത്തത്, ആടുകളെ ഉപേക്ഷിച്ച ചെന്നായ വരുമ്പോൾ ഓടിപ്പോകുന്ന വ്യക്തിയെ യേശു വിശേഷിപ്പിച്ചത് എങ്ങനെ? കള്ളൻ, കൊള്ളക്കാരൻ, അപരിചിതൻ, കൂലിക്കാരൻ. ഇടയനല്ലാത്ത കൂലിക്കാരൻ. അടുത്ത ചോദ്യം, യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്തു വരുമ്പോൾ എന്താണ് ആരും അറിയാത്തത്? ആരുടെ പുത്രൻ, എവിടെ നിന്ന് വരുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എപ്പോൾ വരുന്നു? എവിടെ നിന്ന് വരുന്നു എന്ന് ആരും അറിയുന്നില്ല. യേശു ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് കണ്ടുകൊണ്ട് പ്രസ്താവിച്ചത് ആര്? തോമസ്, യോഹന്നാൻ സ്നാപകൻ, പത്രോസ്, നഥാനയേൽ. പ്രാവ് വരുന്നത് കാണുന്നത് യോഹന്നാൻ സ്നാപകനാണ്. കാഴ്ച ലഭിച്ച ശേഷം പുറത്താക്കപ്പെട്ട അന്ധനോട് യേശു ചോദിച്ച നിർണായകമായ ചോദ്യം എന്ത്? ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ, മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? കാഴ്ച ലഭിച്ചുവോ, അയച്ചവനിൽ വിശ്വസിക്കുന്നുവോ? മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? യേശുവിൻ്റെ സംസാരത്തിനിടെ ഞങ്ങളും അന്ധരാണോ എന്ന് പരിഹാസത്തോടെ ചോദിച്ചതാര്? ഫരിസേയർ, നിയമജ്ഞർ, സദുക്കായർ, പുരോഹിതന്മാർ. ഫരിസേയർ.
അടുത്ത ചോദ്യം, യോഹന്നാൻ 8:35 പ്രകാരം ഭവനത്തിൽ എക്കാലവും വസിക്കാത്തതും ആര്? അതിഥി നാഥൻ, പാപി നീതിമാൻ, വേലക്കാരൻ ഉടമസ്ഥൻ, അടിമ പുത്രൻ. ഓപ്ഷൻ ഡി, അടിമ പുത്രൻ. യേശുവിനെ സ്വീകരിക്കാത്ത യഹൂദർ ആരെ സ്വീകരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? നിയമം പാലിക്കുന്നവനെ, സ്വന്തം നാമത്തിൽ വരുന്നവനെ, പ്രവാചകനെ, അടയാളം കാണിക്കുന്നവനെ. സ്വന്തം നാമത്തിൽ വരുന്നവൻ. ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ സമരിയാക്കാരി എന്ത് ചെയ്യുമായിരുന്നു? ജീവജലം ചോദിക്കുമായിരുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു, പാപങ്ങൾ ഏറ്റുപറയുമായിരുന്നു, അവനെ ആരാധിക്കുമായിരുന്നു, ജീവജലം ചോദിക്കുമായിരുന്നു. യേശു ആരെയാണ് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് വിളിച്ചത്? നഥാനയേൽ, നിക്കോദേമോസ്, പീലിപ്പോസ്, അന്ത്രയോസ്. നഥാനയേലിനെ. യേശുവിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിനാണ് മുദ്ര വയ്ക്കുന്നത്? യേശു ദൈവപുത്രനാണെന്ന്, വചനം സത്യമാണെന്ന്, പിതാവ് അയച്ചു എന്ന്, ദൈവം സത്യവാനാണെന്ന്. യഹൂദർ യേശുവിനെതിരെ കല്ലെടുത്തത് എന്തിനായിരുന്നു? യേശുവിനെ എറിയാൻ, സ്ത്രീയെ എറിയാൻ, ദേവാലയം പണിയാൻ, ബലിപീഠമൊരുക്കാൻ. യേശുവിനെ എറിയാൻ. യേശുവിനെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് അവൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ യഹൂദർ സംശയിച്ചത് എന്ത്? സ്വർഗത്തിലേക്ക് പോകുമോ? ഗ്രീക്കുകാരുടെ ഇടയിൽ പോകുമോ? റോമാക്കാരുടെ അടുത്ത് പോകുമോ? മരുഭൂമിയിലേക്ക് പോകുമോ? ഗ്രീക്കുകാരുടെ ഇടയിൽ പോകുമോ? യോഹന്നാൻ 6:45 പ്രകാരം എല്ലാവരും ആരാൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? പ്രവാചക ഗ്രന്ഥങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ, മോശയുടെ ഗ്രന്ഥത്തിൽ, ന്യായപ്രമാണത്തിൽ. എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ആരാൽ എന്നാൽ ദൈവത്താൽ എന്നാണ്. യേശു മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ലെങ്കിലും തൻ്റെ വചനങ്ങൾ പറയുന്നത് എന്തിനാണ്? നിങ്ങൾ രക്ഷിക്കപ്പെടാൻ, നിയമം പൂർത്തിയാക്കാൻ, ഇഷ്ടം നിറവേറ്റാൻ, സത്യം മനസ്സിലാക്കാൻ. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ. കാനായിലെ കല്യാണത്തിന് നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചതിനെക്കുറിച്ച് അതിശയിച്ചത് ആര്? പന്തിഭോജകൻ, അതായത് കലവറക്കാരൻ, ശിഷ്യന്മാർ, മറിയം, യേശു. കലവറക്കാരനാണ്. അവിടെ പദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചോദ്യം 30. ക്രിസ്തുവിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് ചിലർ ഉന്നയിച്ച തർക്ക വിഷയം എന്തായിരുന്നു? ജോസഫിൻ്റെ മകൻ, വിദ്യാഭ്യാസമില്ലായ്മ, നസറത്തിൽ നിന്ന് വരുന്നത്, ഗലീലിയിൽ നിന്ന് വരുന്നത്. ഉത്തരം ഡി ആണ്, ഗലീലിയിൽ നിന്ന് വരുന്നത്. 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഗലീലിൽ നിന്ന് വരുന്നത്. ക്രിസ്തു ഗലീലിൽ നിന്നാണോ വരുന്നത്? അതാണ് ചോദ്യം. ഓക്കെ, തർക്ക വിഷയം അതാണ്. ഓക്കെ. യേശു തന്നെ മഹത്വപ്പെടുത്തിയാൽ ആ മഹത്വത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് അവൻ പറഞ്ഞത്? അതിന് വിലയില്ല, ശാശ്വതമായിരിക്കും, പിതാവിന് ഇഷ്ടപ്പെടില്ല, ജനം വിശ്വസിക്കില്ല. അതിന് വിലയില്ല. യോഹന്നാൻ 5 പ്രകാരം യേശു ആരിൽ നിന്നാണ് മഹത്വം സ്വീകരിക്കാത്തത്? മനുഷ്യരിൽ നിന്ന്, മാലാഖമാരിൽ നിന്ന്, പിതാവിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന്. മനുഷ്യരിൽ നിന്ന്. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലെങ്കിൽ സംഭവിക്കാത്ത എന്താണെന്നാണ് യേശു പറഞ്ഞത്? അനുഗമിക്കുകയില്ല, വിശ്വസിക്കുകയില്ല, ജീവനുണ്ടാകുകയില്ല, രക്ഷിക്കപ്പെടുകയില്ല. വിശ്വസിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനെ തിരിച്ചറിയാൻ സ്നാപകൻ ലഭിച്ച അടയാളമെന്ത്? അന്ധർക്ക് കാഴ്ച നൽകുന്നത്, ആത്മാവ് വസിക്കുന്നത്, അഗ്നി ഇറങ്ങുന്നത്, വെള്ളം വീഞ്ഞാക്കുന്നത്. ആത്മാവ് വസിക്കുന്നത്. യോഹന്നാൻ 3:13 പ്രകാരം സ്വർഗത്തിൽ കയറിയിട്ടുള്ള ഏക വ്യക്തി ആര്? സ്നാപക യോഹന്നാൻ, മനുഷ്യപുത്രൻ, ഏലിയ, ദൈവപുത്രൻ. മനുഷ്യപുത്രൻ. അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലത്തിനടുത്തേക്ക് എവിടെ നിന്നാണ് വള്ളങ്ങൾ വന്നത്? ബേത്സൈദയിൽ നിന്ന്, കഫർനാമിൽ നിന്ന്, ഗലീലിയിൽ നിന്ന്, തിബേരിയാസിൽ നിന്ന്. പുറമേ കാണുന്നത് നോക്കി വിധിക്കാതെ എങ്ങനെ വിധിക്കാനാണ് യേശു ആവശ്യപ്പെട്ടത്? സ്നേഹത്തോടെ, നീതിയായി, കരുണയോടെ, നിയമപ്രകാരം. നീതിയായി. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ എപ്പോൾ നടക്കാനാണ് യേശു നിർദ്ദേശിച്ചത്? സമയം ഉള്ളപ്പോൾ, പ്രകാശമുള്ളപ്പോൾ, ജീവനുള്ളപ്പോൾ, പകലുള്ളപ്പോൾ. പ്രകാശമുള്ളപ്പോൾ. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ലാസറിൻ്റെ മരണസമയത്ത് ഏറ്റുപറഞ്ഞത് ആര്? മർത്ത, സമരിയാക്കാരി, മറിയം, മഗ്ദലന മറിയം. മർത്ത. യേശുവിന് യോഹന്നാൻ 10 പ്രകാരം സാക്ഷ്യം നൽകുന്നത് എന്താണ്? പിതാവിൻ്റെ നാമത്തിലുള്ള പ്രവൃത്തികൾ, പിതാവിൻ്റെ ശബ്ദം, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രവാചക വചനങ്ങൾ. പിതാവിൻ്റെ നാമത്തിലുള്ള പ്രവൃത്തികൾ. കാഴ്ച ലഭിച്ച അന്ധനെ ചോദ്യം ചെയ്യാനായി ആളുകൾ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? സദുക്കായരുടെ, ഫരിസേയരുടെ, പുരോഹിതന്മാരുടെ, പീലാത്തോസിൻ്റെ. ഫരിസേയരുടെ.
യേശുവിനെ അയച്ചവനെ കുറിച്ച് അവൻ നൽകുന്ന വിശേഷണം എന്ന് സ്വർഗസ്ഥൻ, സർവശക്തൻ, സത്യവാൻ, നീതിമാൻ, സത്യവാൻ. ആത്മാവ് ജീവൻ നൽകുന്നു എന്ന് പറഞ്ഞ ശേഷം ശരീരം എന്തിനു ഉപകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പാപം ചെയ്യാൻ ഒന്നിനും ഉപകരിക്കുന്നില്ല, മണ്ണിലേക്ക് മടങ്ങാൻ ആത്മാവിനെ വഹിക്കാൻ ഒന്നിനും ഉപകരിക്കുന്നില്ല. പിതാവ് നൽകുന്നവരിൽ തൻ്റെ അടുക്കൽ വരുന്നവനെ യേശു എന്തു ചെയ്യില്ല? വിധിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്തിനാണെന്നാണ് വചനം പറയുന്നത്? നരകാഗ്നിക്ക്, ശിക്ഷാവിധിക്ക്, നിത്യനാശത്തിന്, മരണത്തിന്. ശിക്ഷാവിധിക്ക്. ഏലി മരിക്കുമ്പോൾ ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു? 20, 12, 50, 40. സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ സ്ഥാപിച്ച കല്ലിന് നൽകിയ പേരെന്ത്? മിസ്പ, ഗിൽഗാൽ, എബ്നേസർ, ബഥേൽ. എബ്നേസർ. ഹന്ന സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടെ കരുതിയിരുന്ന വഴിപാടുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രായശ്ചിത്ത ബലിപ്പൊന്ന്, ഏഫമാവ്, 1 കുടം വീഞ്ഞ്, 3 വയസ്സുള്ള കാളക്കുട്ടി. പ്രായശ്ചിത്ത ബലിപ്പൊന്ന്. സാമുവൽ വർഷം തോറും സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങളുടെ ക്രമം ഏതാണ്? ഷീലോ, മിസ്പ, റാമ, ബഥേൽ, ഗിൽഗാൽ, മിസ്പ, ബഥേൽ, ജഷാന, മിസ്പ, എക്രോൺ, ബത്ഷമെഷ്, ഗിൽഗാൽ. ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ഏലിയുടെ മരണകാരണമായി ബൈബിൾ വിവരിക്കുന്നത് എന്താണ്? വാർദ്ധക്യ സഹജമായ അസുഖം, ഹൃദയാഘാതം, കഴുത്തൊടിഞ്ഞു മരിച്ചു, യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടു. കഴുത്തൊടിഞ്ഞു മരിച്ചു. ദൈവത്തിൻ്റെ പേടകം എത്തിയപ്പോൾ എക്രോൺ നിവാസികൾ മുറവിളി കൂട്ടാൻ കാരണമെന്ത്? അതൊരു അപശകുനമായി കണ്ടതിനാൽ, പേടകം മോഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞതിനാൽ, ആരാധിക്കാനുള്ള അറിവില്ലാത്തതിനാൽ, തങ്ങളെ നശിപ്പിക്കാൻ വന്നതാണെന്ന് കരുതി. 1 സാമുവേൽ 2:9 അനുസരിച്ച് ദുഷ്ടന്മാർ എവിടെയാണ് ഉപേക്ഷിക്കപ്പെടുന്നത്? ഭൂമിയിൽ, നരകത്തിൽ, അന്ധകാരത്തിൽ, മരണത്തിന് മുൻപിൽ. അന്ധകാരത്തിൽ. ഏലി സാമുവലിനെ ഉറങ്ങാൻ വിട്ടത് എത്രാമത്തെ വിളിക്ക് ശേഷമാണ്? 2ാമത്തെ വിളി, 1ാമത്തെ വിളി, 3ാമത്തെ വിളി, 4ാമത്തെ വിളി. 3ാമത്തെ വിളി. പ്രായശ്ചിത്ത ബലിക്കുള്ള സ്വർണ്ണ ഉരുപ്പടികൾ എവിടെ വെക്കാനാണ് നിർദ്ദേശിച്ചത്? ഒരു പ്രത്യേക പെട്ടിയിൽ പേടകത്തിൻ്റെ വശത്ത്, ബത്ഷമെഷിലെ വലിയ കല്ലിന്മേൽ, കാളകളുടെ കഴുത്തിൽ, പേടകത്തിനുള്ളിൽ. ഒരു പ്രത്യേക പെട്ടിയിൽ പേടകത്തിൻ്റെ വശത്ത്. സാമുവലിൻ്റെ വളർച്ചയെക്കുറിച്ച് 1 സാമുവൽ 3:19 പറയുന്ന പ്രത്യേകത എന്ത്? അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അവൻ വലിയ സൈന്യാധിപനായി. അവൻ സാവൂളിനേക്കാൾ ഉയരമുള്ളവനായിരുന്നു. അവൻ ഏലിയേക്കാൾ വലിയ ജ്ഞാനിയായി. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ഹന്ന ഏലിയോട് പ്രതിവചിക്കുമ്പോൾ തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവൾ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ, വീഞ്ഞു കുടിച്ച ഉന്മത്തയായവൾ, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവൾ. 1 സാമുവേൽ 2:3 പ്രകാരം പ്രവൃത്തികളെ വിലയിരുത്തുന്നത് ആരാണ്? സർവജ്ഞനായ ദൈവമായ കർത്താവ്, ന്യായാധിപന്മാർ, ഏലി പ്രവാചകൻ, ജനസമൂഹം. സർവജ്ഞനായ ദൈവമായ കർത്താവ്. ബത്ഷമെഷിലെ ജനങ്ങൾ പേടകം താഴെ ഇറക്കി വെച്ചത് എന്തിന്മേലാണ്? സ്വർണ്ണപീഠത്തിന്മേൽ, ബലിക്കല്ലിന്മേൽ, മരത്തണലിൽ, ഒരു വലിയ കല്ലിന്മേൽ. ഏലി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 80 വയസ്സ്, 120 വയസ്സ്, 98 വയസ്സ്, 100 വയസ്സ്. 98 വയസ്സ്. 1 സാമുവേൽ 2:9 അനുസരിച്ച് പ്രബലനാകാൻ സഹായിക്കാത്തത് എന്താണ്? ദൈവകൃപ, മനുഷ്യൻ്റെ ശക്തി, വിശ്വസ്തത, അറിവ്. മനുഷ്യൻ്റെ ശക്തി. ബത്ഷമെഷിലെ ആളുകൾ പേടകത്തെക്കുറിച്ച് ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു? ഇതാര് കൊണ്ടുവന്നു? ഇതിന് സ്വർണ്ണപ്പൊതിയുണ്ടോ? പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഇതിനുള്ളിൽ എന്താണ്? പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും?